ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ തെരൽജ് നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ചെങ്കിസ് ഖാൻ സ്റ്റാച്യു നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ തെരൽജ് നാഷണൽ പാർക്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകതയാണ് കണ്ടോ, റോക്ക് ഫോർമേഷൻസ്, വിചിത്ര ആകൃതിയിലുള്ള റോക്ക് ഫോർമേഷൻസ്, അതോടൊപ്പം വിശാലമായ സ്റ്റെപ്പികൾ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ജോർജ് ഹായ്. അത് നമ്മുടെ ഒരു സുഹൃത്താണ്. അതിലുപരി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഫാൻ എന്ന് പറയുന്നതാണ് ശരി. ഓക്കെ ബൈ. ടോയ്ലറ്റ് ഈസ് ദ ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടോ, വിചിത്രമായ ആകൃതിയിലുള്ള, എത്രയും വിചിത്രമായ ആകൃതിയിലുള്ള റോക്ക് ഫോർമേഷൻ. ദാറ്റ് ഈസ് ദ ടോയ്ലറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ സുഹൃത്തുക്കളാണ്, അവർ ടോയ്ലറ്റ് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ വിചിത്രമായ ആകൃതിയിലുള്ള കണ്ടോ റോക്ക് ഫോർമേഷൻസ്, ആ വിചിത്ര ആകൃതി അതിനൊരു പ്രത്യേക മനോഹാരിത പ്രദാനം ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ഗർ ക്യാമ്പിലെ യുർട്ട് എന്ന് പറയുന്നത് കണ്ടോ, സർക്കുലാർ. ഇത് നല്ല കപ്പാസിറ്റിയാണ്. കണ്ടാൽ ചെറുതെന്ന് തോന്നുമെങ്കിലും നല്ല കപ്പാസിറ്റി ഉള്ളതാണ് കണ്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കാം. കാരണം ഞങ്ങളിന്ന് ഒരു യുർട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. ഞങ്ങൾ താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത് യുർട്ടിലാണ്. സാർ നമസ്കാരം. ടോയ്ലറ്റ് അങ്ങോട്ട് പോകാം സാർ, ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കയറിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സംഭവം. എന്താണ് അതിൻ്റെ ബ്യൂട്ടി. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സസ്യങ്ങൾ കൊണ്ട് നിബിഡമായ വനങ്ങളെക്കാളും ഭംഗി ഇതിനുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിന് വേറൊരു ഭംഗിയാണ്, ഇത് വേറൊരു ഭംഗി. പക്ഷേ ഇതിൻ്റെ ഭംഗി അന്യാദൃശം എന്നേ പറയാനുള്ളൂ. ഇതാ കണ്ടോ, അപാരം. അതാണ് തെരൽജ് എന്ന് പറയുന്ന സ്ഥലമാണിത്. തെരൽജ്. ഇവിടെ ഞങ്ങൾ ഒരു ഗർ ക്യാമ്പിൽ ഉള്ള ഒരു ഗർ ക്യാമ്പിൽ ക്യാമ്പ് ചെയ്യണമെന്ന് ഇന്ന് ഒരു യുർട്ട് എന്ന് പറയുന്ന ഇതേപോലെയുള്ള ഒരു, അപ്പോൾ ഇതിലേതാണ് നമുക്ക് അലോട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഒരു യുർട്ടിലായിരിക്കും ഇന്നത്തെ താമസം. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മൾ സഞ്ചാരം ടീമിൻ്റെ കൂടെ വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രൈവർ സാർ അമ്ര വരുന്നു. ഹലോ. സ്മാർട്ട് ഡ്രൈവർ, ഹാൻഡിലിംഗ് അവർ വെഹിക്കിൾ വെരി സേഫ്ലി. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ അതാണ് നല്ല ചെറുപ്പക്കാരനെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഡ്രൈവറാണ്. നല്ല നമ്മളെ വണ്ടി വളരെ സേഫായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ തെരൽജിലെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഹോട്ടലിലേക്ക് കയറി. തെരൽജിലെ ഭക്ഷണം അത് ഒന്ന് കാണിച്ചു തരാം. തെരൽജ് ഭക്ഷണം കഴിച്ച് വളരെ സന്തുഷ്ടവതികളായി ഇവിടെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? നല്ല ഭക്ഷണം, തീർച്ചയായിട്ടും എനിക്കും ഇഷ്ടപ്പെട്ടു. ഇത്രയും നല്ല ഭക്ഷണം നമ്മൾ ഈ ടൂറിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ മാഡം, എന്താണ് അഭിപ്രായം? പറയൂ. അടിപൊളി. അപ്പോൾ ശരിക്കും നേരിട്ട് കാണിച്ചു തരാം. കാരണം ഇത് കണ്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ, വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഭക്ഷണം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തീർന്നു. നമ്മുടെ ഷിജിൻ സാറ് ടൂർ മാനേജർ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ് ഈ ഭക്ഷണത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആരെങ്കിലും ഹാപ്പി അല്ലാതെ ഉണ്ടോ എന്നറിയില്ല. അതിനിടയിൽ ഞാൻ അല്പം വെള്ളം കുടിക്കട്ടെ. എനിക്ക് വെള്ളം എല്ലാവരും ഒന്ന് പിടിച്ചു വരാം. എങ്ങനെ അടിപൊളി ഭക്ഷണമല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ very delicious food. Thank you very much. Very delicious food. You're welcome. Our guide, experienced guide, very good. വാക്കുകൾ പറയാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ
എക്സ്പീരിയൻസ് നല്ല രീതിയിൽ വിശദീകരിക്കുന്നു, കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നു. പല കാര്യങ്ങളും ചരിത്രവും അദ്ദേഹം വിശദീകരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈസ് നല്ലൊരു വ്യക്തി, ഒരു നല്ലൊരു മനുഷ്യൻ കൂടെയാണ്. ഗ്രേറ്റ് പേഴ്സണാലിറ്റി. താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഓക്കെ. അപ്പോൾ അതാണ് അച്യുതൻ സാറിനോട് ചോദിക്കണം. സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് സാർ എങ്ങനെയുണ്ടായിരുന്നു സാർ ഫുഡ്? നല്ലതായിരുന്നു സാർ എൻ്റെ അഭിപ്രായത്തിൽ. മാഡം എന്ത് പറയുന്നു? ഗോവയിൽ നിന്ന് അവിടെ നല്ല ഭക്ഷണമായതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യം പ്രത്യേകതയാണ്. നല്ല സൂപ്പർ ഫുഡ്. അല്ല, ഗോവക്കാരത് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് മോശമാകും? ആൻറ്റി അത് ആൻറ്റി ആണല്ലോ, അപ്പോൾ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു കാര്യം ചെയ്ത് കാണിച്ചു തരാം. ലിതിയോട് ചോദിക്കാം. ആന്ധ്രയിൽ നല്ല ബിരിയാണി, ആന്ധ്ര ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഭക്ഷണത്തെ പറ്റി എന്ന് പറയുന്നു? ഈ ഭക്ഷണം നല്ലതാണ്. അപ്പുറങ്ങളാണ് സാർ. ഇത്തവണ നല്ല ഫുഡ് കിട്ടി. തീർച്ചയായും ഇന്നലെ വലിയ ഫുഡായിരുന്നു. ഇന്നലത്തേക്കാൾ നല്ലത് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട് വ്യക്തിപരമായിട്ട് പറയണത് ഇന്നലെ. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം, എന്നാലേ ഇത് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പുകഴ്ത്തുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ചിക്കൻ അത് എന്ത് പ്രിപ്പറേഷൻ എന്ന് അറിഞ്ഞുകൂടാ. അതിൽ സോസ് ചെറിയ മധുരമൊക്കെ ഉണ്ട്, പക്ഷെ അത് വളരെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു പ്രിപ്പറേഷൻ ഇനി വരേണ്ടിയിരിക്കുന്നു. അത് വളരെ എന്താണ് പറയുന്നത്, ബാലൻസ്ഡ് ഡയറ്റ്, വൈറ്റമിൻ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. മട്ടൺ, ഒറിജിനൽ മട്ടൺ നല്ല ഡിലീഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മട്ടൺ ചെയ്യാനുള്ളത്. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ കുറേ മസാലയെടുത്ത് എരിയും, ഇത് വലിയ എരിയൊന്നുമില്ല, മസാലയൊക്കെ വളരെ കുറവാണ്. നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ഡിലീഷ്യസ് ആയിരിക്കുന്നുണ്ട്. സലാഡ് ഇത് പിന്നെ ഉരുളൻകിഴങ്ങ് ഇനി ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഇനി റൈസ് വേണ്ടെന്നുള്ളവർക്ക് റൈസ്, കാരണം കേരളീയരാണല്ലോ, എവിടെ പോയാലും ഒരല്പം റൈസ് വേണം എന്ന് പറയാറുണ്ട്. ഞാൻ റൈസ് എടുത്തില്ല, നമ്മളിപ്പോൾ എല്ലാ ദിവസവും റൈസ് കഴിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ നല്ലൊരു ശതമാനം സുഹൃത്തുക്കൾ റൈസ് കഴിച്ചു. അത് നൂഡിൽസ്, പക്ഷെ അത് ടേസ്റ്റുണ്ട്. പംകിൻ സൂപ്പാണ്, പംകിൻ മത്തങ്ങ സൂപ്പ്. അത് വേറൊരു സൂപ്പ്, അത് തീർന്നു. അത് വളരെ ഡിലീഷ്യസ് ടേസ്റ്റാണ് എന്നുള്ളത് അതിൻ്റെ അർത്ഥമാണ്. അത് തീർന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ്. ഇനി ഫ്രൂട്ട്സിൻ്റെ ഏരിയ ഉണ്ട്. ഫ്രൂട്ട്സ് എന്താ ഇതൊക്കെ അറിയാമല്ലോ. പയറ്, ഒലീവ്, സലാഡുകൾ. ഇത് എന്തോരു സാധനം മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് തോന്നുന്നു. ഡ്രാഗൺ ഫ്രൂട്ട്, തണ്ണിമത്തൻ. ഇതെല്ലാം കൂടെ എങ്ങനെ കഴിക്കും, ആര് കഴിക്കുമെന്ന് ചോദിക്കും. അത് ഒരു കാര്യം ചെയ്താൽ മതി, കുറേശ്ശെ എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഗംഭീരമായ ഭക്ഷണം. ഇനി നമ്മൾ ബാക്കിയുള്ളത് പിന്നീട് പുറകെ കാണിക്കുന്നതാണ്. ഓക്കെ. ഇനി ഇവിടെ തെരൽജ് നാഷണൽ പാർക്ക് സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം സന്ദർശിക്കുന്നത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി സന്ദർശിക്കുന്നുണ്ട്. ഗർക്യാമ്പിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരു യുർട്ടിൽ അന്തി ഉറങ്ങുന്നുണ്ട്. നാളെ രാവിലെ പോകുന്നുണ്ട്. ഇവിടെ സിറ്റി സ്ക്വയർ കണ്ടിട്ടില്ല, സിറ്റി സ്ക്വയർ കാണുന്നു. നേരെ ബെയ്ജിങ്ങിലേക്ക് പോകുന്നു. ബാക്കി വിശേഷങ്ങൾ പിന്നീട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തെരൽജ് നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ട്രക്കിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ടർട്ടിൽ റോക്ക് കാണാം. ടർട്ടിൽ റോക്ക്, അതാണ് ടർട്ടിൽ റോക്ക്. വിചിത്ര ആകൃതിയുള്ള പാറ കൂട്ടങ്ങൾ ധാരാളമുണ്ട്. അവയിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒന്നാണ് ടർട്ടിൽ റോക്ക്. ഒരു ടർട്ടിൽ എന്ന് വെച്ചാൽ ആമയുടെ ആകൃതിയിലുള്ള റോക്ക്. ആമയൊന്നുമല്ല, ഒരു ആമയുടെ ആകൃതി തോന്നും.
അപ്പോൾ അതിൻ്റെ തല, പിന്നെ പുറന്തോട് ശ്രദ്ധിച്ച് നോക്കിയാൽ പുറന്തോടിലെ ഡിസൈനുകൾ ഉൾപ്പെടെ ഉള്ളതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ടർട്ടിലിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മംഗോളിയൻ സ്റ്റെപ്പി നാഷണൽ പാർക്ക്, തെരൾച്ച നാഷണൽ പാർക്ക്, അതിൽ സ്റ്റെപ്പികൾ ഇതേപോലുള്ള വിചിത്രാകൃതിയുള്ള റോക്ക് ഫോർമേഷൻസ്, മനോഹരമായ, അതുതന്നെ ഒരു അന്യാദൃശമായ മനോഹാരിത ഈ ലാൻഡ്സ്കേപ്പിന് നൽകുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ടർട്ടിൽ റോക്കിന് സമീപത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഇത് അഗൻസ്റ്റ് ലൈറ്റ് ആണെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കാം. ഉണ്ടോ, നല്ല മനോഹരമായ ഭംഗിയാണ്. ഉണ്ട് പൈൻ മരങ്ങൾ ഉണ്ടോ, ഇർട്ടുകളുടെ കോളനി, അതായത് ഗർഡുകൾ. ഇതുപോലെ ഉള്ള ഒരു ഗർഡിലാണ് ഞങ്ങൾ ഇന്ന് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഗർഡിലാണ്. അപ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ടാവണം. എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ടാവണം. മംഗോളിയൻ നോമാഡ്സ് യഥാർത്ഥത്തിലും താമസിച്ചിരുന്ന ഗർഡുകളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ക്യാൻവാസൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഗർഡുകൾ. പക്ഷേ മംഗോളിയൻസിൻ്റെ മൃഗങ്ങളുടെ തോല്, കമ്പിളി രോമം, അവർക്ക് ലഭ്യമാകുന്ന മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത് ടർട്ടിൽ റോക്ക്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കാം.